ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. നമ്മൾ കർമ്മയോഗം എന്നൊരു വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അനേക വിഷയങ്ങൾ ചർച്ചയിൽ വരുന്ന വിധത്തിൽ സംശയ നിവാരണങ്ങൾക്ക് പ്രാധാന്യവും കൊടുക്കുന്നു. കർമ്മം അവശ്യം ചെയ്തേ ഒക്കൂ, എന്നാൽ പരമ്പരയാ അത് ബന്ധനത്തിന് കാരണമാകുന്നു. കർമ്മം ബന്ധനത്തിന് കാരണമാകുന്നത് നമ്മുടെ അഹങ്കാര മമത്വങ്ങൾ ഹേതുവായിട്ടാണ്. മമത്വരഹിതമായി കർമ്മം ചെയ്യുക എന്ന ഉപായം കർമ്മയോഗം. കർമ്മയോഗമാകുന്ന ഉപായത്തിലൂടെ കർമ്മബന്ധനത്തിനുപരി എത്താം എന്നുള്ളതാണ് മൊത്തം ചിന്തിച്ച വിഷയത്തിൻ്റെ സാരസംഗ്രഹം. എങ്ങനെ കർമ്മത്തെ യോഗമായി അനുഷ്ഠിക്കാം? അതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യോഗബുദ്ധിയ അനുഷ്ഠിക്കപ്പെടുമ്പോൾ കർമ്മം ബന്ധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അത് മുക്തിതമാകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഏതുപായങ്ങളെ കൊണ്ട് കർമ്മത്തെ നമുക്ക് യോഗമാക്കാം? അവിടെ ഇന്നലെ വ്യത്യസ്ത വിചാരമാർഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. അതിലവസാനം നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗ വിധിപരമായ ഒരു വാക്യത്തെ വിസ്തരിച്ച് വിചാരം ചെയ്യാനാണ് ആരംഭിച്ചത്. ഈശ്വരാർപ്പണ ബുദ്ധി എപ്പോൾ സമസ്ത കർമ്മങ്ങളിലും വരുന്നുവോ ആ കർമ്മം ലൗകികം എന്ന് പറയപ്പെടുന്നതാകട്ടെ, വൈദികം എന്ന് പറയപ്പെടുന്നതാകട്ടെ, അത് യോഗമായി പരിണമിക്കുന്നു. അതാണ് അവസാനം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമ്മൾ വിചാരത്തിന് വെച്ച വാക്യം യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വ മദർപ്പണം. ഈയൊരു വാക്യമായിരുന്നു. യത് കരോഷി, നീ എന്ത് ചെയ്യുന്നുവോ തത് അതിനെ മദർപ്പണം കുരുഷ്വ, എന്നിൽ അർപ്പണമായി ചെയ്യൂ. ഇവിടെ ജുഹോഷി എന്ന് തുടർന്ന് പറയാൻ പോകുന്നത് കൊണ്ട്
യത് കരോഷി എന്നുള്ളതിന് ലൗകിക കർമ്മം എന്നർത്ഥം എടുത്താൽ മതി. കാരണം ജുഹോഷി എന്നുള്ളതിനർത്ഥം നീ ഹോമിക്കുന്നത് എന്നാകുന്നു. നീ എന്ത് ഹോമിക്കുന്നുവോ, ഹോമം എന്നത് വൈദിക കർമ്മമാണ്. അപ്പം അതിനെ പ്രത്യേകം വേർതിരിച്ച് പറഞ്ഞതുകൊണ്ട് യത് കരോഷി എന്നുള്ളതിന് ലൗകിക കർമ്മം എന്നർത്ഥം എടുക്കാം. അപ്പം നമ്മളൊക്കെ തന്നെ നമ്മുടേതായ വ്യക്തിത്വ തലങ്ങളിൽ എന്തെന്ത് കർമ്മവ്യാപാരത്തെ ചെയ്യുന്നുണ്ടോ അതിനെയൊക്കെ കുരുഷ്വ നീ ചെയ്യൂ മതർപ്പണം, എന്നിൽ അർപ്പണമായി ചെയ്യൂ. ഇതെങ്ങനെ സാധിക്കും? വെറുതെ പ്രസംഗിച്ചതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് പ്രയോജനമായില്ല. അവിടമാണ് ഈ പ്രപഞ്ചത്തിലെ മഹാകർമ്മത്തെക്കുറിച്ചൊരല്പം വിചാരം നമ്മൾ ചെയ്യേണ്ടത്. അനേക കർമ്മങ്ങളുടെ നിരന്തരമായ ഭാവം അനേക കർമ്മങ്ങളുടെ നിരന്തരമായ ഭാവം അല്പം നമ്മൾ നിരീക്ഷിച്ചാൽ അതിൽ ചെറിയൊരു പങ്ക് നാം നിർവഹിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രപഞ്ചത്തെ മുഴുവൻ അണുമുതൽ ബ്രഹ്മാണ്ടം വരെ സകലത്തെയും അടക്കി ഭരിക്കുന്ന നിയമക്രമത്തെ ഉല്ലംഘിക്കാൻ ആർക്കും സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, സകലരും സകല കർമ്മങ്ങളും അതിൽ അന്തർഭവിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല, അത്രയേ ഉള്ളൂ. മനസ്സിലാക്കാതെ അഭിമാനിച്ച് ഞാൻ ചെയ്യുന്നത് എൻ്റെ കർമ്മം എന്ന് നമ്മൾ പറയുന്നു. ഈ ഒരു സമഷ്ടിയിലെ മഹാകർമ്മത്തെ വിലയിരുത്തുമ്പോൾ ഈ കർമ്മവ്യാപാരത്തിനൊക്കെ അധിയജ്ഞനായിരിക്കുന്നവൻ അധിയജ്ഞോഹമേവാത്ര, ഞാനാണിവിടെ അധിയജ്ഞൻ എന്ന് ഭഗവാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അതിൽ അന്തർഭവിച്ചിട്ടാണ് നമ്മളൊക്കെ ചെയ്യുന്നത്, എല്ലാ കർമ്മങ്ങളും. ഈ ഒരു ഭാവനയോടുകൂടി തൻ്റെ കർമ്മം ആ സമഷ്ടിയിലെ മഹാകർമ്മത്തിൻ്റെ ഭാഗം എന്ന ഭാവനയോടുകൂടി സമർപ്പിക്കാൻ സാധിക്കുന്നു. ശ്രദ്ധിക്കുക. വാസ്തവത്തിൽ ഇതിനെ തന്നെയാണ് ഭക്തി എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഭക്തിയൊന്ന് വേറെ, കർമ്മയോഗമൊന്ന് വേറെ എന്നൊക്കെ വിചാരിക്കും. അത് ശാസ്ത്രബോധത്തിൻ്റെ അഭാവം കൊണ്ടാണ്. ഭക്തിയുടെ ലക്ഷണങ്ങളെ നിരൂപണം ചെയ്യുന്ന സമയത്ത് ഭക്തിസൂത്രകാരൻ വ്യക്തമായി പറഞ്ഞു തരും, തദർപ്പിത അഖിലാചാരത. എന്താണ് ഭക്തിയുടെ ലക്ഷണം? അവിടെ കുളിക്കണതെന്നോ കുറി തൊടുന്നതെന്നോ പറഞ്ഞിട്ടില്ല. മറിച്ച് തദർപ്പിത അഖിലാചാരത, സകല കർമ്മങ്ങളെയും അവിടെ ആചരിച്ചു ചെയ്യുക എന്നുള്ളതാണ്. സകല കർമ്മങ്ങളെയും സകല കർമ്മങ്ങൾക്കും അധീശനായവനിൽ അർപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഭക്തിയുടെ ലക്ഷണം. തദർപ്പിത അഖിലാചാരത. ഇത് തന്നെ അവിടെ പറഞ്ഞത്. യത് കരോഷി, നീ എന്ത് ചെയ്യുന്നുവോ അത് എന്നിൽ അർപ്പിച്ച് ചെയ്യൂ. യദശ്നാസി, നീ എന്ത് ഭക്ഷിക്കുന്നുവോ, നീ ഏതൊരാഹാരത്തെ കഴിക്കുന്നുവോ അത് എന്നിൽ അർപ്പിച്ച് ചെയ്യൂ. നമ്മൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോൾ ഓർമ്മിക്കണം, ഇത് ഭഗവാനിലുള്ള അർപ്പണമാണ്. വൈശ്വാനരാഗ്നിയായി ഉദരത്തിലിരിക്കുന്നു. ആ ഉദരത്തിലിരിക്കുന്ന വൈശ്വാനരഗ്നിയിലേക്ക് നമ്മൾ ഹോമിക്കുകയാണ് ഓരോ ദ്രവ്യത്തെ. ആ ദ്രവ്യമൊക്കെയും
ഹവിസുകളാണ്. നമ്മുടെ ഉദരമാകുന്ന ഹോമകുണ്ഡത്തിൽ, വൈശ്വാനര അഗ്നിയിൽ നമ്മൾ സമർപ്പിക്കുന്ന സകല ഹവിസുകളും പ്രത്യേകാത്മസ്വരൂപത്തിൽ നിലകൊള്ളുന്ന ഭഗവാനിലുള്ള അർപ്പണമാണ്. ഈ ഒരു ഭാവനയോടുകൂടി വേണം ഭക്ഷണം കഴിക്കാൻ. നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കുക, നമ്മളൊക്കെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കണതെന്ന്, എന്തൊക്കെയാണ് അടിച്ചു കയറ്റണതെന്ന്, എങ്ങനെയൊക്കെയാന്ന്, എന്തൊക്കെയാന്നുള്ളതൊരു ചോദ്യം, എങ്ങനെയൊക്കെയാന്നൊരു ചോദ്യം. ഒന്നും വിശദീകരിച്ച് പറയുന്നില്ല. നമ്മുടെ വികലമായി കൊണ്ടിരിക്കുന്ന, അനുദിനം വികലമായി കൊണ്ടിരിക്കുന്ന ആഹാരക്രമങ്ങളെയും രീതികളെയും ഒരു നിമിഷം വിലയിരുത്തുക. ഹോമകുണ്ഡത്തിലേക്ക് ഒട്ടും ഹവിസ് അർപ്പിക്കുന്നില്ലെങ്കിൽ അഗ്നി ക്ഷയിച്ചു പോകും. ഒട്ടനവധി ഹവിസ് അർപ്പിച്ചാലാകട്ടെ അഗ്നി കെട്ടുപോകും, പുക പിടിക്കും, ഒന്നായിട്ട് പുകയും. ഇതുപോലുള്ള പുകയും പൊട്ടലും ചീറ്റലുവാ പലപ്പോഴും നമുക്ക്. അതെ, ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ധർമ്മപ്രഭാഷണ പരമ്പരകൾക്കൊക്കെ പങ്കെടുക്കും, വേദാന്ത ക്ലാസ്സുകൾക്ക് പങ്കെടുക്കും, എല്ലാ പഠനങ്ങളും ചെയ്യും. പക്ഷെ ആഹാര രീതിയിൽ പോലും ചെറിയൊരു ക്രമീകരണം, ചെറിയൊരു മാറ്റം വരുത്താൻ ഇരിക്കണവരല്ല കേട്ടോ, പുറമുള്ളവർ തയ്യാറാവില്ല. അതെ, ഈ ഒരു ധാരണ നമുക്കുണ്ടാവുക. ഞാൻ ആഹാരം കഴിക്കുന്നെന്ന് പറയുമ്പോൾ അത് ഭഗവാനിൽ അർപ്പിക്കുകയാണ്. വൈശ്വാനര അഗ്നിയും ഭഗവാൻ തന്നെ. ആ അഗ്നിയിലേക്ക് ഹോമിക്കുന്നതിലൂടെ നമ്മൾ ആരെയാണോ ലക്ഷ്യമാക്കുന്നത് അതും ഭഗവാൻ തന്നെ. ഈ ഒരു ഭാവനയോടുകൂടി ഭക്ഷണം കഴിക്കണം. അപ്പോൾ വേണ്ടതേ കഴിക്കൂ, വേണ്ട അത്രയേ കഴിക്കൂ, വേണ്ട പോലെയേ കഴിക്കൂ. ചിന്തിക്കുക. ഇനി ആഹാരം കഴിക്കുക എന്നത് പോലും ഭഗവത് ഉപാസനയായി തീരുന്നു. ബാക്കി പിന്നെ പറയേണ്ടതില്ലല്ലോ. ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പോലും ഭഗവത് ഉപാസനയാണ്. എപ്പോൾ അർപ്പണ ഭാവന നമ്മിലുണ്ടോ അപ്പോൾ. അതാണ് പറയുന്നത് യദാശ്നാസി. ഇത് വളരെയധികം വിചാരം ചെയ്യേണ്ടുന്നൊരു വിഷയമാണ്. കാരണം പെരുകുന്ന മാനസിക അസ്വാസ്ഥ്യങ്ങൾ, തകരുന്ന കുടുംബ ബന്ധങ്ങൾ, അനുദിനം ശിഥിലമായി കൊണ്ടിരിക്കുന്ന മാനസിക ഗാർഹിക തലങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ പലപ്പോഴും കാര്യങ്ങളെ പരിഗണിക്കാനും തിരുത്താനുമൊക്കെ നമ്മൾ പരിശ്രമിക്കാറുണ്ട്. കാരണങ്ങളെക്കുറിച്ച് ഏറെ ആലോചിക്കാറില്ല. വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് നമ്മുടെ തെറ്റായ ആഹാര രീതികൾ. ഈ ഇരിക്കുന്ന നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കൂ. ഒരു 10-20 കൊല്ലം മുമ്പുണ്ടായിരുന്ന നമ്മുടെ ആഹാര രീതികളും ഇന്നത്തെ ആഹാര രീതിയും എത്രമാത്രം മാറിയിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക, നമുക്ക് സ്വയം കണ്ടെത്താൻ കഴിയും. താമസിക ആഹാരവും രാജസിക ആഹാരവും വർദ്ധിക്കുന്നു. തീർത്തും അശുചിയായിരിക്കുന്ന ആഹാരങ്ങൾ വർദ്ധിക്കുന്നു. ആഹാരമെന്ന് പറയാൻ കൊള്ളാത്തത് കൂടുതൽ കൂടുതലായി നമ്മൾ ആഹരിക്കുന്നു. കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത കണ്ടു. കേരളത്തിൽ ഒരു ദിവസം ഉപഭോഗിക്കപ്പെടുന്ന ഇറച്ചിക്കോഴിയുടെ തൂക്കം 5000 ടണ്ണിലേറെ വരുമത്രേ ഒരു വർഷം. ചെറിയ ചെറിയ പ്രദേശങ്ങളുടെ കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത്രയാണ് നമ്മൾ അടിച്ചു കയറ്റുന്നത്. കോഴിയിറച്ചിയാണെങ്കിൽ തിരക്കേടില്ല. കോഴിയിറച്ചിയല്ല, ഇറച്ചിക്കോഴി. മദ്യത്തെക്കാളും മയക്കുമരുന്നിനേക്കാളും മാരകമായത്.
മദ്യം കുടിക്കുന്നവനെയും കുടുംബത്തെയും നശിപ്പിക്കുന്നു. ചിലപ്പോൾ ഒരാൾ മദ്യപിച്ച സമയത്ത് അയാളുടെ രേതസ്സിൽ നിന്നുണ്ടാവുന്ന സന്താനത്തെയും നശിപ്പിക്കുന്നു. അവൻ മദ്യാസക്തനാവാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ സാധനം എത്ര തലമുറകളെ നശിപ്പിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഇറച്ചിക്കോഴി അത്രയ്ക്കധികം തലമുറകളെ നശിപ്പിക്കുന്നു. അതാ നമ്മൾക്ക് ഏറ്റവും പഥ്യം. അതെ, ഇരിക്കുന്ന നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ കുടുംബത്തിലെ വിവാഹ ചടങ്ങുകൾക്ക്, അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക്, മറ്റ് വിശേഷ അവസരങ്ങളിൽ നമ്മളുടെയൊക്കെ വീടുകളിൽ എത്ര മാംസം തുടങ്ങിയവ, മദ്യം തുടങ്ങിയവ നമ്മൾ പ്രവേശിപ്പിക്കുന്നുണ്ട് ഇല്ല എന്നുള്ളത് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട, വേറെ ആരോടും പറഞ്ഞു കൊടുക്കണ്ട. പക്ഷെ സ്വയം ഒന്ന് വിലയിരുത്തുക. വളരെ മാരകമാണ്. അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരോടോ ചേച്ചിമാരോടോ തുറന്നു പറയാൻ കഴിയാത്ത ഒട്ടനവധി ഗാർഹിക പീഡനങ്ങളുടെ കഥകളുമായി പെൺകുട്ടികൾ സമീപിക്കാറുണ്ട്. കൊച്ചുമക്കൾ സ്വന്തം വീട്ടിലുണ്ടാവുന്ന ശാരീരിക പീഡനങ്ങൾ ഒരുപാട് പേര് സമീപിക്കാറുണ്ട്. പല രഹസ്യങ്ങളും തുറന്നു പറയാറുണ്ട്. സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്നുണ്ടാവുന്ന ശാരീരിക പീഡനങ്ങൾ. അവയുടെയൊക്കെ പിന്നിൽ ഏതെങ്കിലും ചടങ്ങുമായി ബന്ധപ്പെട്ടൊരു മദ്യത്തിൻ്റെ പ്രവേശന ചരിത്രം ഉണ്ടാവും. ഏതെങ്കിലും ചടങ്ങുമായി വീട്ടിൽ മദ്യം പ്രവേശിപ്പിച്ചതിൻ്റെ പിന്തുടർച്ചയായിട്ടായിരിക്കും ഇത്തരം ക്രിയകൾ. ഇത് വെറുതെ പറയുന്നതല്ല. ഇത് വേറെ ബാഹ്യ സമൂഹത്തിൽ നിന്നുള്ള വർത്തമാനമല്ല പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള വർത്തമാനമാണ്. ദിനംതോറും അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിലെ അംഗങ്ങളായി നമ്മൾ തീർന്നിരിക്കുന്നു. ഇത് പരമാർത്ഥമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഭക്ഷിക്കുന്നത്, കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ സൂക്ഷ്മ അംശമാണ് മനസ്സിനെ രൂപപ്പെടുത്തുന്നത്, മനസ്സിനെ പോഷിപ്പിക്കുന്നത്. മനസ്സ് പുഷ്ടമാവുന്നത് നമ്മുടെ ആഹാരത്തിലെ സൂക്ഷ്മാംശം കൊണ്ട് മാത്രമാണ്. ഏത് തരമാണോ നമ്മൾ ആഹരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ മനസ്സ് രൂപപ്പെടുന്നു. മനസ്സിനധീനമാണ് സകല വ്യവഹാരങ്ങളും, സുഖവും ദുഃഖവും എല്ലാം മനസ്സിനധീനമാണ്. ബന്ധവും മോക്ഷവും മനസ്സിനധീനമാണ്. ഒരു വ്യക്തി എന്തോ അത് മനസ്സിനധീനമാണ്. യോയശ്രദ്ധ സയേവസ. എന്താണോ ഒരാളുടെ ശ്രദ്ധ, എന്താണോ ഒരാളുടെ മനോവ്യാപാരം, എന്താണോ ഒരാളുടെ മനസ്സിൻ്റെ നിശ്ചയം, അതാണ് അയാൾ. ചിന്തകളാണൊരു വ്യക്തി. ഒരു വ്യക്തിയുടെ ചിന്തകളുടെ ആകത്തുകയാണ് അയാളുടെ വ്യക്തിത്വം. ഇതിൻ്റെ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനമാണ് ആഹാരം. ശ്രദ്ധിച്ചേ മതിയാവും. നമ്മൾ ആഹാരക്രമങ്ങളിൽ മാറ്റം വരുത്താൻ തയ്യാറായേ മതിയാവും. ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഇത്ര പറഞ്ഞത്. യദാശ്നാസി യജ്ജുഹോഷി. നീ എന്ത് ഹോമിക്കുന്നുവോ, വിവിധ മന്ത്രങ്ങളെ ചൊല്ലി വ്യത്യസ്ത ദേവതകളെ ഉദ്ദേശിച്ച് നമ്മൾ അഗ്നിയിലേക്ക് ഹവിസ്സുകൾ അർപ്പിക്കുന്നു. ഈ അർപ്പിക്കണത് ഈശ്വരാർപ്പണമാകണം. വ്യത്യസ്ത കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത ദേവതകളെ ഉദ്ദേശിച്ച് ഹവിസ് അർപ്പിക്കുമ്പോൾ അത് ഈശ്വരാർപ്പണമാവുന്നില്ല. അവിടെ കാര്യസാധ്യമാണ് ലക്ഷ്യമാക്കപ്പെടുന്നത്. അത് യജ്ഞമാവണമെങ്കിൽ, അത് കർമ്മയോഗം എന്നുള്ളതാകണമെങ്കിൽ അവിടെ ഈശ്വരാർപ്പണ ബുദ്ധി വരണം. ശ്രദ്ധിക്കുക.
അപ്പോൾ യജ്ഞം അല്ലെങ്കിൽ യാഗമെന്ന് പറയപ്പെടുന്ന ഒരു ക്രിയ വാസ്തവത്തിൽ യജ്ഞമാവണമെങ്കിൽ അവിടെ ഈശ്വരാർപ്പണ ബുദ്ധി ഉണ്ടാവണം. നീ എന്ത് ഹോമിക്കുന്നുവോ അത് എന്നിൽ അർപ്പണമായി ചെയ്യും. ഇവിടെ ഹോമിക്കുക എന്നുള്ളതിനെ ഉപലക്ഷണാർത്ഥത്തിലെടുത്ത് വ്യത്യസ്ത ദേവതോപാസനകളുമായി ബന്ധപ്പെട്ട ഏതേത് ക്രിയാംഗങ്ങൾ നമ്മൾ ചെയ്യുന്നുവോ അവയൊക്കെ പറയാം. പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. ചെയ്ത് 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 എങ്ങോട്ട് എത്രടം വരെ എത്തുന്നു എന്നുള്ളത് പറയാൻ പോലും വയ്യാത്തിടത്ത് എത്തുന്നുണ്ട്. സംശയമുള്ളവർ ക്ഷേത്രങ്ങളിലെ വിലവിവര പട്ടിക, ഭാഗവത സപ്താഹങ്ങളിലെ ഫലവിവര പട്ടിക, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇന്നത് ചെയ്താൽ ഇന്നത്, ഇന്നത് ചെയ്താൽ ഇന്നത്. നമ്മൾ എങ്ങോട്ട് എത്തിപ്പോകുന്നു? ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഒരു വ്യക്തിയിൽ സമന്വയിപ്പിച്ച് പരമപുരുഷാർത്ഥപ്രാപ്തിയിലേക്ക് ഉയർത്തുന്നതിനുതകുന്ന ഭാഗവതം. നിഗമകൽപ്പതരോർ ഗളിതം ഫലം. സർവലക്ഷണയുക്തമായൊരു ഉത്തമ ഭക്തി വേദാന്ത ശാസ്ത്രം. അതുപോലും ഇന്നത് ചെയ്താൽ ഇന്ന ഫലം എന്ന രീതിയിൽ പറയുന്ന ഒരവസ്ഥയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു. എന്തിനോ സന്യാസിമാർ നടത്തുന്ന സപ്താഹങ്ങളിൽ പോലും ഇങ്ങനെ നോട്ടീസ് അടിച്ച് കാണുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത, വല്ലാത്ത കഷ്ടമാണ്. രുക്മിണി സ്വയംവരം നടത്തിയ കുട്ടികളുടെ വിവാഹം വേഗം നടക്കും. നമ്മൾ ചോദിച്ചൊരു സപ്താഹക്കാരനോട്, അല്ല അതുപോലെ നിങ്ങളുടെ മോളുടെ വിവാഹം നടക്കാൻ നിങ്ങൾക്ക് വലിയ ഇഷ്ടമുണ്ടോ? അല്ല, എൻ്റെ മോളുടെ അങ്ങനെ നടക്കാൻ എനിക്ക് ഇഷ്ടമില്ല. പിന്നെ എന്താ പറയണത്? അല്ലെങ്കിൽ വേണ്ടില്ല. ശ്രീകൃഷ്ണ ജന്മം അവതാരം അത് ഉത്സവമാക്കി നടത്തുമ്പോൾ അതിനിന്ന ഫലം. അതുപോലെ നല്ല സന്താനപ്രാപ്തി ഉടനെ ഉണ്ടാവും. പിന്നെ അമ്മാനെ കൊല്ലുന്ന സന്താനമല്ലേ ഉണ്ടാവേണ്ടത്. ഇതാണ് നിങ്ങളുടെ ആഗ്രഹം. എന്താ പറയണതെന്ന് പോലും ആലോചിക്കാതെ കേവലം സകാമമായ ഭാവനയിൽ സമൂഹത്തെ തളയ്ക്കാൻ വേണ്ടി നമ്മൾ ഉത്തമ കൃതികളെ, വേദവ്യാഖ്യാനങ്ങളെ ഉപയോഗിക്കുമ്പോൾ ഇനി ഇതിൽ പരം എന്ത് അധപ്പതനം ചിന്തിക്കുക. ഭക്തിയിലൂടെ ഉത്തമമായ മുക്തിയിലേക്ക് നിനക്ക് ഉയരാം. അതിനുള്ള കേന്ദ്രമാണ് ഇവിടം. അതിന് നിനക്ക് എല്ലാ ദ്വന്ദ്വങ്ങളെയും അതിക്രമിക്കാൻ സാധിക്കണം. ക്രമികമായെങ്കിലും നീ അതിന് പരിശ്രമിക്കൂ. നിന്റെ ഉള്ളിലെ ശത്രുഭാവനയെ എല്ലാം ഇല്ലാതാക്കി തീർക്കൂ. ഇത് പഠിപ്പിക്കേണ്ടിടത്ത് ഇത് ചെയ്താൽ ശത്രു സംഹാരം ഉണ്ടാവും, ശത്രു ചത്തുപോകും. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? വളരെ വേദനയോടുകൂടി ഒരാൾ വന്ന് പറഞ്ഞു, സ്വാമി, ഞാൻ 3 പ്രാവശ്യം കുടം കമഴ്ത്തി, എന്നിട്ടും ഞാൻ വിചാരിച്ച ആൾ ചത്തിട്ടില്ല. ഇനി എന്താ വേണ്ടത്? അപ്പോൾ ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏതോ ഒരു ക്ഷേത്രത്തിലാണ്. അവിടെ ഈ കുടം കമഴ്ത്തു അത്രേ. ആരെ സങ്കല്പിച്ച് കമഴ്ത്തിയോ അയാൾ ചത്തുപോകും അത്രേ. അപ്പോൾ ഇയാൾ 3 പ്രാവശ്യം കമഴ്ത്തി ചത്തില്ല. ഇനി എന്ത് ചെയ്യും? നമ്മളൊരു ഒന്നും കൂടി കമഴ്ത്തിയാൽ മതി. അല്ലാണ്ടെന്താ? 4 സ്വാമി ഉറപ്പാ? അതെ ഉറപ്പാ. എന്ത്? താൻ ചാവും മതിയല്ലോ, ഏതെങ്കിലും ഒന്ന് എത്താൻ പോരെ. ഞാനോ? പിന്നെ നീ ചാവണത് അവൻ ചാവണതും നമുക്ക് ഒരുപോലെ തന്നെ. അല്ലാണ്ടെന്ത്? എങ്ങോട്ടാണ് നമ്മൾ എത്തിപ്പോകുന്നത്? ഒരു നിമിഷം ചിന്തിക്കുക. ഇവിടെ ഹോമം എന്നുള്ളത് ഉപലക്ഷണാർത്ഥത്തിലെടുത്ത് അതിൻ്റെ ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായ അർത്ഥതലങ്ങളെ ചിന്തിക്കുമ്പോൾ ഈശ്വരോപാസനയുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന സകല ക്രിയകളെയും അതിൽ പറയാം എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ആഹാരത്തിൽ
നമ്മൾ തീർത്തും വിരുദ്ധത കാണിക്കുന്നത് പോലെ തന്നെ ഈ വിഷയത്തിലും അങ്ങേയറ്റം വിരുദ്ധ സ്വഭാവികളാണ്. ഭഗവാൻ പറയുന്നു, നീ ഹോമിക്കണതെങ്കിലും ഒന്ന് എനിക്ക് അർച്ചിക്ക്, എന്നിൽ അർപ്പണമാകട്ടെ. ഓരോ ആഹുതിയും അർപ്പിക്കുമ്പോൾ ന ഇതം മമ എന്നൊക്കെ നമ്മൾ നാവുകൊണ്ട് പറയാനുണ്ടാവും. ഇതം ന മമ. അപ്പോഴൊക്കെ നമ്മുടെ ഭാവന ഇതം മമ ഇതം മമ എന്ന് തന്നെയാവും. വേറൊന്നാവില്ല. നാവല്ലേ, സാരല്ല. യജ്ജുഹോഷി ദദാസിയത്. നീ എന്ത് ദാനം ചെയ്യുന്നുവോ അത് എന്നിൽ അർപ്പിച്ചു ചെയ്യൂ. നീ ഏതൊരു ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അത് എന്നിൽ അർപ്പിച്ചു ചെയ്യൂ. നിന്റെ ദാനങ്ങളെല്ലാം ഈശ്വരാർപ്പണമാകട്ടെ. ദാനമെന്ന ക്രിയയിലൂടെ സർവ മഹിമകളെയും സർവർക്കും പ്രദാനം ചെയ്യുന്ന ഭഗവാനെ ഞാനിതാ പൂജിക്കുകയാണ്. അവിടുന്ന് എല്ലാം തന്നു. അവിടുന്ന് ഇതാ തിരിച്ചു ചോദിക്കുന്നു. അവിടത്തേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു. ഈ ഭാവനയോടുകൂടിയാവട്ടെ ദാനം. ഈ ഭാവന ഉണ്ടാവുമ്പോൾ നമ്മുടെ ദാനം ഉത്തമദാനമാവും. അല്ലാതെ ഉത്തമദാനമാവില്ല. യത്തപസ്യസി. നീ യാതൊരു തപസ് അനുഷ്ഠിക്കുന്നുവോ. തപസ് വളരെ അർത്ഥവ്യാപ്തിയുള്ളൊരു പദമാണ്. വിപുലമാണ് അതിൻ്റെ അർത്ഥം. ശാരീരികം, മാനസികം, വാചികം എന്നൊക്കെ അതിനെ തരംതിരിക്കാം. ശരീരം കൊണ്ട് ചെയ്യുന്ന തപസ്, വാക്കുകൊണ്ട് ചെയ്യുന്ന തപസ്, മനസ്സുകൊണ്ട് ചെയ്യുന്ന തപസ് എന്നീ വിധമൊക്കെ. എങ്കിലും സാമാന്യമായി പറഞ്ഞാൽ മനസ്സേന്ദ്രിയാണാം ച ഹൈകാഗ്ര്യം പരമം തപഃ. മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രത സമ്പാദനമാകുന്നു തപസ്. അതിനുപകരിക്കുന്ന ജീവിതചര്യകളൊക്കെ തപസ്സാണ്. പഠനം ഒരു തപസ്സാണ്. വ്രതപാലനങ്ങൾ തപസ്സാണ്. ഉപവാസങ്ങൾ തപസ്സാണ്. മന്ത്രജപ കീർത്തനാദികൾ തപസ്സാണ്. എന്തിന്? അവനവൻ്റെ ആശ്രമധർമ്മത്തെ പാലിച്ചു കഴിയുന്നത് തപസ്സാണ്. സ്വവർണാശ്രമധർമ്മേണ തപസാ എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ സാമാന്യ അധികരണ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്വവർണാശ്രമധർമ്മേണ തപസാ. സ്വവർണാശ്രമധർമാചരണമാകുന്ന തപസ്സുകൊണ്ട് എന്ന്. തപസ്സാണ്. നീ എന്ത് തപസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം എന്നിൽ അർപ്പിച്ചു ചെയ്യൂ. തപസ്സിൻ്റെ ലക്ഷ്യം മറ്റൊന്നാവരുതേ. ഇങ്ങനെ നീ എന്ത് ചെയ്യുന്നുവോ, നീ എന്ത് ഭക്ഷിക്കുന്നുവോ, നീ എന്ത് ഹോമിക്കുന്നുവോ, നീ എന്ത് ദാനം ചെയ്യുന്നുവോ, നീ എന്ത് തപസ് ചെയ്യുന്നുവോ എന്ന് പറഞ്ഞ ശേഷം ഭഗവാൻ പറഞ്ഞു, തത്തത് മദർപ്പണം കുരുഷ്വ. അതെല്ലാം എന്നിൽ അർപ്പണമായി ചെയ്യൂ. ഇവിടെ നമ്മൾ ചെയ്യുന്ന സകല കർമ്മങ്ങളെയും ഈശ്വരാർപ്പണമായി ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കുന്നത്. ഇതാണ് കർമ്മയോഗത്തെ അഥവാ കർമ്മത്തെ യോഗമാക്കി തീർക്കാനുള്ള ഉപായം. വളരെ ശ്രദ്ധിക്കുന്നവർക്കെങ്കിലും ഒരു സംശയം വരാം. ഇത് കർമ്മയോഗം എന്ന് പറയാതെ ഇതിനെ കർമ്മത്തെ യോഗമാക്കാനുള്ള ഉപായം എന്തുകൊണ്ട് പറഞ്ഞു? മനസ്സിലാക്കണം. വാസ്തവത്തിൽ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യലല്ല, മറിച്ച് ഫലകാമനയില്ലാതെ കർമ്മം ചെയ്യല. ഫലകാമനയില്ലാതെ കർമ്മം ചെയ്യുന്നതിനെയാണ് നമ്മൾ കർമ്മയോഗം എന്ന് പറയുന്നത്. വ്യത്യാസം ശരിക്കും മനസ്സിലാക്കുക. ഒന്നുകൂടി പറയാം. ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്നതല്ല കർമ്മയോഗം. ഫലകാമനയില്ലാതെ കർമ്മം ചെയ്യുന്നതാണ് കർമ്മയോഗം. പക്ഷെ അത് പറയാൻ വളരെ എളുപ്പമാണ്. സ്വാനുഷ്ഠാനത്തിൽ വരുത്താൻ ഒട്ടും എളുപ്പമല്ല. കാരണം അറിയാതെ ഫലകാമനകൾ കർമ്മത്തോട് കൂടെ വരും. അതുകൊണ്ട് ഫലകാമനയില്ലാതെ മമത്വമില്ലാതെ കർമ്മം ചെയ്യാനുള്ള ഉപായം എന്ത് എന്നാലോചിക്കുന്നു. അപ്പോഴാണ് ഏറ്റവും എളുപ്പമായ ഉപായത്തെ പറഞ്ഞു തരുന്നത്, ഈശ്വര സമർപ്പണമായി ചെയ്യൂ.
ഏതൊരു കർമ്മത്തെ നമ്മൾ ഈശ്വരാർപ്പണം എന്നുള്ള ഭാവത്തിൽ ചെയ്യുന്നുവോ അപ്പോൾ കർമ്മം ഭഗവാന്റേതായി. അതിൽ നിന്ന് എന്ത് ഫലം വരുന്നുണ്ടോ അതിൽ പിന്നെ മമത്വം ഇല്ല. അപ്പം കർമ്മയോഗത്തെ നേടിയെടുക്കാനുള്ള, ഒന്നുകൂടി വ്യക്തമായ ഭാഷ ഉപയോഗിച്ചാൽ കർമ്മത്തെ യോഗമാക്കി തീർക്കാനുള്ള ഉപായമാണ് ഈശ്വരാർപ്പണം. ഇങ്ങനെ നീ അനുഷ്ഠിക്കൂ നമ്മളോടൊക്കെ ഭഗവാൻ പറയുകയാണ്. ഇതൊരല്പം വിചാരം ചെയ്താൽ നമുക്ക് മനസ്സിലാവും, ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സകല കർമ്മങ്ങളെ സംബന്ധിച്ചും ഈ ഉപദേശം സ്വീകാര്യമാണ്. ഏത് കർമ്മവും ഇന്നതെന്നില്ല. വിവിധ കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നു. തീർത്തും വിലക്ഷണങ്ങളായ കർമ്മങ്ങളെയാണ് നമ്മൾ ഓരോരുത്തരും അനുഷ്ഠിക്കുന്നത്. പക്ഷെ ഏതോ ആവട്ടെ, അതിനെയൊക്കെ ഈശ്വരാർപ്പണ ഭാവനയോടുകൂടി ചെയ്യൂ. അപ്പോൾ കർമ്മം ശുദ്ധമായി തീരും, വ്യാപാരം ശുദ്ധമായി തീരും, അന്തഃകരണം ശുദ്ധമായി തീരും. സംശയമില്ല. ഇതാണ് എന്താണ് കർമ്മയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന് സ്പഷ്ടമായി പറയുന്ന സന്ദർഭത്തിൽ ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ പറഞ്ഞു തരുന്നത്, കായേന മനസാ ബുദ്ധിയ കേവലൈരിന്ദ്രിയൈരപി യോഗിന കർമ്മ കുർവന്തി സംഗം ത്യക്തു ആത്മശുദ്ധയേ. ഇപ്പം കർമ്മയോഗത്തിൻ്റെ ഫലത്തെ, അല്ലെങ്കിൽ കർമ്മയോഗം എന്താണെന്നുള്ളതിനെ ഇത്ര സ്പഷ്ടമായിട്ട് പറഞ്ഞു തരികയാണ് ഭഗവാൻ. കായേന മനസാ ബുദ്ധിയ, ശരീരം കൊണ്ടും, മനസാ മനസ്സുകൊണ്ടും, ബുദ്ധിയാ ബുദ്ധി കൊണ്ടും, കേവലൈഹി ഇന്ദ്രിയൈഹി അപി, കേവലങ്ങളായ ഇന്ദ്രിയങ്ങളെ കൊണ്ടും. ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ തൻ്റെ ഭാഷ്യത്തിൽ സ്പഷ്ടമാക്കുന്നു, കേവല ശബ്ദം മറ്റെല്ലാറ്റിനോടും കൂടെ ചേർക്കണം. അപ്പോൾ കേവലേന കായേന, കേവലേന മനസാ, കേവലയാ ബുദ്ധിയാ, കേവലൈഹി ഇന്ദ്രിയൈഹി എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങനെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും യോഗിന കർമ്മ കുർവന്തി, യോഗികൾ കർമ്മത്തെ ചെയ്യുന്നു, ചെയ്യാതിരിക്കുകയല്ല, ചെയ്യുന്നു. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യണത്? പിന്നെന്താ യോഗികൾ ചെയ്യണമെന്ന് പറഞ്ഞത്? ബാക്കിയുള്ളവർ ചെയ്യണത് കേവലമായിട്ടല്ല. എപ്പോഴും ഒരു സങ്കല്പം ഉണ്ടാവും. ഏറ്റവും ഉദാത്തമെന്ന് മാനിക്കപ്പെടുന്ന ബന്ധങ്ങളുടെ ഭാഗമായി നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ പോലും മറ്റു ചില സങ്കല്പങ്ങൾ ഘടിച്ചിട്ടുണ്ടാവും. ഏറ്റവും ഉദാത്തമായി ലോകത്തിൽ പറയപ്പെടുന്ന ഒരു ബന്ധം മുലയൂട്ടുന്ന അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം. ഏറ്റവും ഉദാത്തമായി ലോകത്തിൽ പറയപ്പെടുന്ന ഒരു ബന്ധം നാ പറഞ്ഞത്. അതിനേക്കാൾ ഉദാത്തമായതുണ്ടോയെന്നിപ്പോൾ അതിലൂടെ പോകുമ്പോഴല്ലേ അറിയുള്ളൂ. ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെയൊക്കെ മഹത്വം അതിലൂടെ കടന്നു പോകുമ്പോഴല്ലേ അറിയുള്ളൂ. ഇരിക്കട്ടെ, ഈ ബന്ധത്തിൽ പോലും അറിയാതെ ചിലർക്ക് ചിലപ്പോഴെങ്കിലും തോന്നിപ്പോകും, ഇപ്പം ഞാൻ കുഞ്ഞിനെ നോക്കുന്നു, നാളെ അവൾ വലുതായിട്ട് എന്നെ നോക്കുമായിരിക്കും. ഈ സങ്കല്പം മുടങ്ങുമ്പോഴാണല്ലോ പിന്നെ പരാതിയായിട്ടും പരിഭവമായിട്ടും ദുഃഖമായിട്ടൊക്കെ വരുന്നത്. ഒന്നുമില്ലെങ്കിൽ അവനെ ഞാൻ പോറ്റിയതല്ലേ, അവളെ ഞാൻ പോറ്റിയതല്ലേ എന്ന്. നീ നിന്റെ കർത്തവ്യം ചെയ്തു. പക്ഷെ പിന്നെ എന്തുകൊണ്ട് പരാതിയും പരിഭവവുമായി വരുന്നു എന്ന് ചോദിച്ചാൽ, അന്ന് ഈ ഒരു സങ്കല്പത്തിൻ്റെ കണികയെങ്കിലും ഉള്ളിലുണ്ടായത് കൊണ്ടാണ്. സാധാരണ ലോകവ്യവഹാരം അങ്ങനെയാണ്. നഹി ഉപകാര പ്രത്യുപകാരം അന്തരേണ കേനചിത് അഭി സഹ കസ്യചിത് സഹയോഗോ ഭവതി. ആർക്കും ഒന്നിനോടും ഉപകാര പ്രത്യുപകാര ചിന്തയില്ലാണ്ട് സഹയോഗം ഉണ്ടാവില്ല എന്നാ. എന്തെങ്കിലും ഒരു സഹയോഗം ആരോട് എന്ത് ചെയ്യണമെങ്കിലും ഒരു ഉപകാരം, അതിനൊരു പ്രത്യുപകാരം, ഈ ഒരു ചിന്ത ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും. ഉദാത്തമായി മാനിക്കപ്പെടുന്ന മാതൃപുത്ര ബന്ധത്തിൽ പോലും കാണാൻ കഴിയും.
ചിന്തിക്കുക. ഇതില്ലാത്ത എന്നാണ് കാണിക്കുന്നത് കേവല ശബ്ദം കൊണ്ട്. മനസ്സുകൊണ്ട് മനനം ചെയ്യുന്നു, അവിടെ മറ്റ് സങ്കല്പങ്ങളൊന്നുമില്ല. ബുദ്ധി കൊണ്ട് നിശ്ചയിക്കുന്നു, അവിടെ മറ്റ് മമത്വ സങ്കല്പങ്ങളൊന്നുമില്ല. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യുന്നു, അറിയുന്നു, അതിൽ മറ്റ് സങ്കല്പങ്ങളില്ല. ശരീരം കൊണ്ട് നിർവഹിക്കുന്നു, അവിടെ മറ്റ് സങ്കല്പങ്ങളില്ല. ഈ മറ്റ് സങ്കല്പങ്ങൾ ഇല്ലാത്ത ഭാവത്തെ കാണിക്കാനാകുന്നു കേവല ശബ്ദം വിനിയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഇതാണ് യോഗികളുടെ വിശേഷം. ഇതാണ് യോഗികളും സാധാരണ ലോകികളും തമ്മിലുള്ള വ്യത്യാസം. സാധാരണ എല്ലാവരും എങ്ങനെയാണ് കർമ്മം ചെയ്യണത്? ലോകസ്ഥന്മാരായിട്ടാണ്. അത് ഭഗവാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ. ഹേ അർജുന, നീ യോഗസ്ഥനായിട്ട് കർമ്മം ചെയ്യൂ, കർമ്മങ്ങളെ ചെയ്യൂ യോഗസ്ഥനായിട്ട്. അപ്പൊ സാധാരണ എല്ലാവരും എങ്ങനെയാ ഭഗവാനെ? ലോകസ്ഥനായിട്ടാണ്. അവനെന്ത് പറയും, അവളെന്ത് പറയും, ഇതിൻ്റെ ഫലം എന്ത് കിട്ടും, അതെങ്ങനെ മാനിക്കപ്പെടും, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ കർമ്മവ്യാപാരങ്ങളെ ചെയ്യുന്നത്. എന്ത് ചെയ്യുമ്പോഴും അറിയാതെ ഈ ഒരു സങ്കല്പമുണ്ട്. അതിൽ നിന്ന് ഉയർന്ന് നീ യോഗസ്ഥനായിട്ട് കർമ്മം ചെയ്യൂ. സംഘം ത്യക്ത്വാ, സംഘത്തെ ഉപേക്ഷിച്ചിട്ട്. ധനഞ്ജയ, നീ ധാരാളം ധനത്തെയൊക്കെ ജയിക്കുന്നവനാണല്ലോ, എന്നാൽ ഇതൊന്ന് ജയിക്ക്. നിൻ്റെ ഈ മനസ്സിൻ്റെ ഈ ഭാവം ഉണ്ടല്ലോ, മമത്വഭാവം, അതിനെ നീ ഒന്ന് ജയിക്ക്. എങ്കിൽ നീ എല്ലാ ധനത്തെയും ജയിച്ചു എന്ന് പറയാം. എങ്കിലേ നീ ശരിയായ ധനഞ്ജയനാവൂ. അപ്പൊ സംശയം വന്നു, ഭഗവാനെ എന്താ ഈ യോഗം? യോഗസ്ഥനായിട്ട് ചെയ്യാനാണല്ലോ പറഞ്ഞത്. അപ്പോഴാ ഭഗവാൻ പറയുന്നത്, നമ്മൾ ഈ വാക്യം മുൻപ് ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ വിഷയം ആരംഭിച്ച സമയത്ത് സിദ്ധ്യസിദ്ധ്യോഹോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യതേ. സിദ്ധിയിലും അസിദ്ധിയിലും സമഭാവത്തോടു കൂടിയുള്ള യാതൊരു സമത്വമുണ്ടോ അതിനെയാണ് യോഗമെന്ന് പറയുന്നത്. ഈ യോഗസ്ഥനായിട്ട് നീ കർമ്മം ചെയ്യൂ. ആ സംഘമില്ലാത്ത, സംഘത്തെ അതിക്രമിച്ച ഭാവത്തെ കാണിക്കാനാണ് കേവല ശബ്ദം പ്രയോഗിച്ചിട്ടുള്ളത്. കേവലമായ ശരീരം കൊണ്ട്, കേവലമായ മനസ്സുകൊണ്ട്, കേവലയായ ബുദ്ധിയെ കൊണ്ട്, കേവലങ്ങളായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നീ കർമ്മമാചരിക്കൂ. അങ്ങനെ ചെയ്യുന്നു യോഗികൾ. എന്തിനാ യോഗികൾ കർമ്മം ചെയ്യുന്നേ? എങ്ങനെയാ യോഗികൾ കർമ്മം ചെയ്യുന്നേ? ഭഗവാൻ പറയുന്നു, സംഘം ത്യക്തുവ, സംഘത്തെ ഉപേക്ഷിച്ചിട്ട്. ഇത് പറയാൻ വളരെ എളുപ്പമാണ്, സംഘത്തെ ഉപേക്ഷിച്ചിട്ട് എന്നൊക്കെ. സംഘബന്ധങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ചര്യകളിൽ പോലും നമുക്ക് സംഘം വരാം. സംഘബന്ധങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ചര്യകളിൽ പോലും സംഘം വരാം. ചിലർക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു പലർക്കും. ഭിക്ഷാടനം തുടങ്ങിയവ, അതിൽ പോലും സംഘം വരാം. സംഘം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു ചര്യ, അതിൽ പോലും സംഘം വരാം. ശ്രദ്ധിക്കുക. കാരണം മനസ്സ് ഏത് രൂപത്തിലാണ് പ്രവർത്തിക്കണത്, എങ്ങനെയാ പോയി കൊരുക്കണതെന്ന് ആർക്കും പറയാൻ വയ്യ. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി ശ്രദ്ധിച്ച് ജീവിതത്തിൽ പാലിക്കേണ്ടുന്നൊരു വിഷയമാണിത്. സംഘം ത്യക്ത്വ എന്നുള്ളത്. യോഗിന കർമ്മ കുർവന്തി സംഘം ത്യക്ത്വ. എന്തിനാ യോഗികൾ കർമ്മം ചെയ്യുന്നേ? ആത്മശുദ്ധയെ, ആത്മശുദ്ധിക്കായിക്കൊണ്ട്. ആത്മശുദ്ധിക്കായിക്കൊണ്ട്. എന്താ ആത്മശുദ്ധിക്കായിക്കൊണ്ടെന്ന് പറഞ്ഞ അർത്ഥം? നിത്യശുദ്ധ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ ശുദ്ധമാക്കേണ്ടതുണ്ടോ? നിത്യശുദ്ധമായിരിക്കുന്ന ആത്മാവിനെ ശുദ്ധമാക്കുക എന്നുള്ള പദപ്രയോഗം തെറ്റല്ലേ? അവിടെ ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു തരും, ഇവിടെ ആത്മശബ്ദത്തിന് അന്ധകരണം എന്ന അർത്ഥമെടുത്താൽ മതി. ഓരോ സന്ദർഭത്തിനനുസരിച്ച് അർത്ഥമെടുക്കണം. അന്ധകരണത്തിൻ്റെ ശുദ്ധിക്കായിക്കൊണ്ട്. അപ്പോൾ എന്താകുന്നു കർമ്മയോഗത്തിൻ്റെ ലക്ഷ്യം എന്നാണെങ്കിൽ ചിത്തശുദ്ധിയാണ് കർമ്മയോഗത്തിൻ്റെ ലക്ഷ്യം. പരിപൂർണമായ ചിത്തശുദ്ധി.
അത് മതി. നോക്കൂ, നമ്മൾ സാധാരണഗതിയിൽ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ് യോഗം എന്നുള്ള ശബ്ദം. അനേക അർത്ഥങ്ങളുണ്ട് യോഗ ശബ്ദത്തിന്, അനേക അർത്ഥങ്ങൾ. പാരമാർത്ഥികമായ തലത്തിൽ പറഞ്ഞാൽ അന്വേഷ്യവും അന്വേഷകനും അന്വേഷണവും ഇല്ലാതെ അതെല്ലാം ഏകമായി ഭവിക്കുന്ന, അന്വേഷ്യവും അന്വേഷകനും ഒന്നായിത്തീരുന്ന, ഒന്നെന്നറിയുന്ന ആ ഒരു പരമമായ തത്വവിജ്ഞാന ദശയാണ് പാരമാർത്ഥികമായ അർത്ഥത്തിൽ യോഗം. ചേർച്ച, യോഗം ചേർച്ച. ഇനി അതിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ഒരു തത്വവിജ്ഞാനത്തിന് കാരണമാകുന്ന അന്തഃകരണത്തിൻ്റെ ഏകാഗ്രതമമായ അവസ്ഥയ്ക്ക്, നിരുദ്ധമായിരിക്കുന്ന അവസ്ഥയ്ക്ക് യാതൊന്നിന് സമാധി എന്ന് മറ്റൊരു പേരുണ്ടോ? അതിന് നമുക്ക് യോഗം എന്ന് പറയാം. ഈയൊരു തലത്തിലേക്ക് ഉയരുന്നതിന് ജീവിതത്തിൽ നമ്മൾ ഏതേത് ഉപാസനാ ക്രമങ്ങളെ അഥവാ അനുഷ്ഠാന ക്രമങ്ങളെ, ജീവിതചര്യകളെ പാലിക്കുന്നുണ്ടോ അവയ്ക്കൊക്കെയും താദർത്ഥ്യേന യോഗം എന്ന് പറയാം. അതിനൊക്കെയും അപ്പോഴാണ് വിവിധ യോഗങ്ങൾ, കർമ്മയോഗം, ഭക്തിയോഗം, ആ യോഗം, ഈ യോഗം എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോഴാണ് ഈ വിഷയത്തിൻ്റെ പേരൊക്കെ വരുന്നത്, കർമ്മയോഗം എന്നൊക്കെ, താദർത്ഥ്യേന. അല്ലാതല്ല. എന്താ ഇത്തരം സാധനകളുടെയൊക്കെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് മനസ്സിലാവും അന്തഃകരണത്തിൻ്റെ പരിപൂർണമായ ശുദ്ധിയാണ്. കുട്ടിലതകൾ, വക്രതകൾ ഒഴിഞ്ഞ, അങ്ങേയറ്റം ആർജവത്തോടൊത്ത പരിശുദ്ധമായ അന്തഃകരണത്തിൻ്റെ ഭാവം. എനിക്കത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്ന് പല ദിശകളിൽ പരക്കം പായുന്ന വൃത്തികളാണ് അന്തഃകരണത്തിൻ്റെ മാലിന്യങ്ങൾ. മനോഹി ദ്വിവിധം പ്രോക്തം ശുദ്ധം ചാശുദ്ധമേവ ച. മനസ്സ്, അന്തഃകരണം രണ്ട് പ്രകാരത്തിലാണ്, ശുദ്ധവും അശുദ്ധവും. എന്താ അശുദ്ധം ശുദ്ധം ഇവ തമ്മിലുള്ള വ്യത്യാസം? അശുദ്ധം കാമസംയുക്തം, ശുദ്ധം കാമവിവർജിതം. വിവിധ കാമനകൾ, അത് വേണം ഇത് വേണമെന്ന് അനിയന്ത്രിതങ്ങളായ ആഗ്രഹങ്ങളോട് കൂടിയ അന്തഃകരണം അതെപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. അത് അശുദ്ധമാണ്. എന്നാൽ അങ്ങനെയല്ലാതെ നിയന്ത്രിതമായിരിക്കുന്ന അന്തഃകരണം അത് ശുദ്ധമാണ്. ഈ അന്തഃകരണ ശുദ്ധി, അതിലേക്ക് നമ്മളെ നയിക്കുന്നു ഈശ്വരാർപ്പണ ഭാവനയോടുകൂടി ചെയ്യുന്ന കർമാചരണം. ഈ അന്തഃകരണ ശുദ്ധിക്ക് അധീനമാണ് തത്വവിജ്ഞാനം. ഈ അന്തഃകരണ ശുദ്ധിക്ക് അധീനമാണ് ജീവിതത്തിൽ ഏവരും ഇച്ഛിക്കുന്ന ശാന്തിയാവട്ടെ, സമാധാനമാകട്ടെ, എല്ലാം. അതുകൊണ്ട് നമുക്കൊക്കെ ജീവിത ലക്ഷ്യപ്രാപ്തിക്കായിക്കൊണ്ട് പണിയെടുക്കാനുള്ളത് ഉള്ളിലാണ്. എന്താ പണി? അന്തഃകരണത്തിൻ്റെ ശോധനം ചെയ്യൽ, ശുദ്ധീകരിക്കൽ. സകല സാധനങ്ങളും ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ്. അതാ പറയുന്നത് സംഘം ത്യക്ത്വ ആത്മശുദ്ധയെ, ആത്മശുദ്ധിക്കായിക്കൊണ്ട് യോഗികൾ കർമ്മം ചെയ്യുന്നു. കർമ്മയോഗികൾ. ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഒരു വിശകലനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് കർമ്മത്തെ കർമ്മയോഗമാക്കുന്നത് ഏത് കർമ്മം എന്നുള്ള സവിശേഷതയനുസരിച്ചല്ല, മറിച്ച് ഏത് ഭാവനയോടുകൂടി ചെയ്യപ്പെടുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. കർമ്മം ഏതോ ആവട്ടെ, അത് കർമ്മയോഗമാക്കപ്പെടുന്നത് നമ്മുടെ ഭാവനയ്ക്കനുസൃതമായിട്ടാണ്. ശ്രദ്ധിക്കുക. ഈ ഒരു ഭാവന,
കർമ്മത്തെ യോഗമാക്കി തീർക്കാനുള്ള ഭാവന, അതാണ് നേടിയെടുക്കേണ്ടത്. അതിന് നമ്മൾ ആരംഭത്തിൽ ചിന്തിച്ചു, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധരിക്കുന്ന ധർമ്മത്തെക്കുറിച്ചുള്ളൊരു വിലയിരുത്തൽ, വിവിധ ഘടകങ്ങളുടെ പാരസ്പര്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന അമേയങ്ങളായ നിയമവ്യവസ്ഥകളെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവിൽ നിന്നാണ് നേരത്തെ പറഞ്ഞ കർമ്മത്തെ കർമ്മയോഗമാക്കുന്നതിനായി കൊണ്ടുള്ള ഭാവന നമുക്ക് കൈവരുന്നത്. ആ ഒരു ഭാവനയെ നമ്മളൊക്കെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് താല്പര്യം. ശ്രദ്ധിക്കുക, ഏതൊരു കർമ്മത്തെയും യോഗമാക്കി തീർക്കാൻ ഈ ഒരു ഭാവനയിലൂടെ നമുക്ക് സാധിക്കും. ഈ ഒരു ഭാവന ഇല്ലെങ്കിൽ എന്ത് യജ്ഞമെന്ന് പേരിട്ട് വിളിച്ചാലും ഒന്ന് യോഗമാവുകയുമില്ല. ആ ഒരു ഭാവനയെ ശരിയായി പ്രപഞ്ചത്തെ അപഗ്രഥിച്ച് ഇവിടുത്തെ പാരസ്പര്യത്തെ മനസ്സിലാക്കാൻ പരിശ്രമിച്ചു അതിനെല്ലാം ഉള്ളിൽ അന്തർവർത്തിയായി നിൽക്കുന്ന തത്വത്തെ, ഈശ്വരത്വത്തെ അനുസന്ധാനം ചെയ്യാൻ പരിശ്രമിച്ച് നേടേണ്ടതാണ് നമ്മൾ. നല്ലപോലെ അതിനെക്കുറിച്ച് വിചാരം ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ പ്രഭാഷണം 1 മണിക്കൂറും സംശയനിവാരണം അത്രയുന്നായിരുന്നു സങ്കല്പിച്ചിരുന്നത്. പക്ഷേ സംശയനിവാരണങ്ങളുടെ കടലാസിൻ്റെ ബാഹുല്യം കാണുമ്പോൾ കുറച്ചുകൂടി സമയം കൂടുതൽ അതിനെ നീക്കി വയ്ക്കണം എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. പ്രഭാഷണത്തിൽ ഒരു വിഷയം എന്നുള്ളതിൽ നിന്ന് മാറി അനേക വിഷയങ്ങളിലേക്കുള്ള ചിന്ത വരും. മാത്രമല്ല, സമാജത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളാവുമ്പോൾ സമാജം ആവശ്യപ്പെടുന്ന വിഷയമാണല്ലോ പ്രഭാഷണമായിട്ട് വരിക. അതുകൊണ്ട് കൂടുതൽ സമയം സംശയ നിവാരണത്തിന് നീക്കി വയ്ക്കുകയാണ്. ശ്രദ്ധിക്കുക.